कूजन्तं राम रामेति मधुरं मधुराक्षरम्। നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അവസാനിക്കും, പ്രതീക്ഷയോടെ തൊഴിലാളികൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രൂക്ഷമായ പൊടിശല്യത്തിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം കാളമുറിയിൽ വ്യാപാരികൾ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. മത്സ്യബന്ധന ഹാർബറുകളിൽ പ്രതീക്ഷയോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിൽ ഇറങ്ങും. യന്ത്രവൽകൃത ബോട്ടുകളും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങളുമടക്കം 4200 ബോട്ടുകളാണ് കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുന്നത്. ട്രോളിംഗ് നിരോധനം തുടങ്ങിയപ്പോൾ നാട്ടിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ തിരിച്ചെത്തി തുടങ്ങി. തിങ്കളാഴ്ച മുതൽ തന്നെ ബോട്ടുകൾ ഇന്ധനങ്ങളും ഐസും കുടിവെള്ളവും പാചക സാമഗ്രികളും എല്ലാം നിറച്ചും വല കയറ്റിയും ഒരുങ്ങി തുടങ്ങിയിരുന്നു. മീനുകളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് എല്ലാ മൺസൂൺ കാലത്തും കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI ജനകീയ പ്രക്ഷോഭം നടത്തി. മണലൂർ കമ്പനി സെന്ററിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സീതാ ഗണേഷ് അധ്യക്ഷത വഹിച്ചു. സാജൻ മുടുവങ്ങാട്ടിൽ, PK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ CPI കാരമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളക്കുംകാൽ സെന്ററിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം CPI മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ KV വിനോദൻ ഉദ്ഘാടനം ചെയ്തു. PB ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ധനമോൻ മടത്തിപ്പറമ്പിൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ധർമ്മൻ പറത്താട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് എന്നിവർ സംസാരിച്ചു. ആനന്ദകൃഷ്ണൻ പാലാഴി, ഷൈമേഷ് പാലാഴി, ശരൺദാസ് പൈനൂക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി സഖാവ് GR അനിൽ ഒരു മാസം മുമ്പ് കേന്ദ്രത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയുമായി ചർച്ച നടത്തിയപ്പോൾ അങ്ങനെ വർഷം തോറും നൽകി വരാറുള്ള അധിക റേഷൻ വിഹിതം ഇത്തവണ തരാൻ കഴിയില്ല എന്നുള്ള നിഷേധ നിലപാട് സ്വീകരിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സംസ്ഥാനത്തിന് എല്ലാ വർഷവും അനുവദിക്കുന്ന അധിക റേഷൻ ഓണക്കാലത്ത് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ച BJP സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗം DCC സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിമാരായ VR വിജയൻ, K ദിലീപ് കുമാർ, ശോഭ സുബിൻ, സുനിൽ ലാലൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദീഖ്, PS സുൾഫീഖർ, KB രാജീവ്, PS സന്തോഷ് മാസ്റ്റർ, ജീജ ശിവൻ, സിദ്ധൻ മാസ്റ്റർ, CV ഗിരി, ഷൈൻ പള്ളിപ്പറമ്പിൽ, KV മോഹനൻ, CR അർമുഖൻ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ബിന്ദു പ്രദീപ്, റസിയ അന്തിക്കാട്, നീതു പ്രേമലാൽ എന്നിവർ സംസാരിച്ചു. RSSന്റെയും ബജ്രംഗൾ ഉൾപ്പെടെയുള്ള ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരെ വിളിച്ചു വരുത്തി ഇത് മനുഷ്യക്കടത്തെന്ന് ആരോപിച്ചുകൊണ്ട് പ്രായപൂർത്തിയാവാത്തവരെ മതം മാറ്റുന്നതിനുള്ള നിർദ്ദേശമെന്ന് ആരോപിച്ചുകൊണ്ട് വേണമെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്താം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു വരുത്തിയത് സംഘപരിവാറിന്റെയും RSSന്റെയും പ്രവർത്തകരെ വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യുന്ന ചിത്രങ്ങൾ ദൃശ്യപത്രമാധ്യമങ്ങളുടെ ഞാനും നിങ്ങളുമൊക്കെ കണ്ടുവരികയാണ്. മറ്റൊരു സുപ്രധാന ദിവസത്തെ വിധി കൂടി വന്ന ദിവസമാണെന്ന്. ഇന്ന് ബഹുമാനപ്പെട്ട തൃശൂർ കോടതി രണ്ട് കന്യാസ്ത്രീകളെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ട ദിവസം കൂടിയാണെന്ന്.
കേരളത്തിലേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2017 ഇതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത 2 കന്യാസ്ത്രീകളെ തൃശൂരിലെ കോടതി വെറുതെ വിട്ട ദിവസം കൂടിയാണിന്ന്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ബുധനാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ തിരികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി സന്ദേശം നൽകി. കൈക്കാരന്മാരായ പുത്തൂര് ഏനിക്കൽ ഡേവിസ്, ദാസ് കുരുതുകുളങ്ങര, ജോഫി ചേരമാൻ തുരുത്തി, PRO ജോജു കുരുതുകുളങ്ങര, കേന്ദ്രസമിതി കൺവീനർ ഫ്രാൻസിസ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. 2 പേര് 5 ദിവസമായിട്ട് ദുർഗ് ജയിലിൽ കഴിയുകയാണ്. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് മനുഷ്യക്കടത്ത് അതല്ലെങ്കിൽ മതപരിവർത്തനം നടത്തി എന്നതിൻ്റെ പേരിലാണ് അവരെ തുറങ്കിലടച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം അവർ ആ 3 പെൺകുട്ടികളെയും ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുകയായിരുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ അടുത്ത കാലങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന സന്യസ്തർക്കും സമർപ്പിതർക്കും വൈദികർക്കും നേരെ നടക്കുന്നത് ഭരണകൂടത്തിൻ്റെ മതേതരത്വ അന്ധകാരത്തിൻ്റെ പ്രവർത്തനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രൈസ്തവരെ പ്രത്യേകമായിട്ട് ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. ഓണത്തിന് കേരളത്തിന് ലഭിക്കേണ്ട അരിവിഹിതം തടഞ്ഞുവെച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ CPI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള താന്യം തെക്ക് ജനകീയ പ്രതിഷേധം CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആഘോഷ പരിപാടികളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് എല്ലാ കാലം ചെയ്തു വരുന്ന ഒരു കാര്യം, ഒന്ന് നമ്മുടെ റേഷൻ കടകളിലൂടെ ഈ പറയുന്ന BPL അല്ലെങ്കിൽ നോൺ പ്രയോറിറ്റി ലിസ്റ്റിൽപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് റേഷൻ കടയിൽ കിട്ടുന്ന അരി 10 രൂപ 90 പൈസയ്ക്കോ 8 രൂപ 20 പൈസയ്ക്കോ 2 രൂപയ്ക്കോ കിട്ടുന്ന അരിക്ക് പുറമെ നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന പൊതുമേഖല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് 10 രൂപ 90 പൈസയ്ക്ക് നാം പ്രത്യേകമായി 5 കിലോ അരി ആളുകൾക്ക് കൊടുക്കാറുണ്ട്. താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PR ഷിനോയ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി AK അനിൽകുമാർ, KC ബൈജു, PM മധുലാൽ, MJ സജൽകുമാർ എന്നിവർ സംസാരിച്ചു. വടനപ്പള്ളി സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ ആൽസ 2025 എന്ന പേരിൽ കലോത്സവം അരങ്ങേറി. ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഒപ്പന, സംഘനൃത്തം, ഫാൻസി ഡ്രസ് എന്നിവയും ഉണ്ടായി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് സുനിൽകുമാർ നിർവഹിച്ചു. സമ്മാന വിതരണം സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമ്മൽ, MPTA പ്രസിഡന്റ് RH ഹാഷിഫ, ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി T തോമസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കലോത്സവം കൺവീനർ ദീപ ടീച്ചർ സംസാരിച്ചു. Motivation.
കരമുക ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ തുടിതാളം സ്കൂൾ കലോത്സവം ആരംഭിച്ചു. ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ആന്റണി അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ധർമ്മൻ പറത്താട്ടിൽ, സ്കൂളിലെ മുൻ അധ്യാപകനും സ്കൂൾ മാനേജറുമായ പ്രദീപ് മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത P. രവീന്ദ്രൻ, ജയന്തി മേനോൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഛത്തീസ്ഗഡിൽ നിരപരാധികളായ 2 കന്യാസ്ത്രീകളെ കള്ളക്കേസെടുത്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് CPM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പൊതുയോഗം CPM നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ ഉദ്ഘാടനം ചെയ്തു. V. ശ്രീകുമാർ, ജിജേജ്, പ്രദീപ് ഏങ്ങൂർ, CK ശിവരാജൻ, AK തിലകൻ, TJ ജിനോയ് എന്നിവർ നേതൃത്വം നൽകി. കള്ളക്കേസിൽ കൊടുക്കുകയും അതുപോലെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നിർബാധം തുടരുകയാണ്. ഛത്തീസ്ഗഡ് സർക്കാരിൽ അവർ പറയുന്നത് പല വിധത്തിലുള്ള ഗുണ്ടകൾ, കിങ്കരന്മാർ BJPയുടെ പേരിൽ, ബജ്രംഗ് ദൾ എന്ന പേരിലോ RSS എന്ന പേരിലോ ഹനുമാൻ സേവ എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റ് ഗോരക്ഷാ സമിതി എന്ന പേരിലോ അങ്ങനെ നിരവധി ഗുണ്ടാ സംഘങ്ങൾ ഈ RSSൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗുണ്ടാ സംഘങ്ങളിലൊന്നായ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ടീമാണ് ഈ പറയുന്ന കന്യാസ്ത്രീകളെ ബോധപൂർവം പിടിച്ചു നിർത്തി ആക്രമിച്ച് അവരെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ ശാരീരികമായി ആക്രമിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുകയും അവരെ അവിടെ നിന്നും കൊണ്ടുപോയി മാറ്റുകയും ചെയ്യുകയും ഈ 2 കന്യാസ്ത്രീകളെ അവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസ് ചാർജ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയാണ് ഉണ്ടായത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CM നിസാർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് VD പ്രേം പ്രസാദ്, TN ഉദയകുമാർ, റജിന രാജു, VA ഷാജുദ്ദീൻ, KK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ ശ്രീരാമ ഭക്തസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 1 ഔഷധ ദിനത്തിൽ തൃപ്പയാർ ക്ഷേത്രനടയിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്പയാർ ശ്രീരാമ ഭക്തസേവാ സമിതിയും വലപ്പാട് മണപ്പുറം ഫിനാൻസും സംയുക്തമായാണ് തൃപ്പയാർ ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിൽ ആഗസ്റ്റ് 1 രാവിലെ 8 മണി മുതൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. 2000 പേർക്ക് ഔഷധക്കഞ്ഞി വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷവും ശ്രീരാമ ഭക്തസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തിയിരുന്നു. തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ ഉദ്ഘാടനം നിർവഹിക്കും. തൃപ്രയാർ ശ്രീരാമ ഭക്തസേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, രക്ഷാധികാരി ജോൽസ്യൻ വിജയകുമാർ മേനോൻ, സുധീർ ആലക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഔഷധ സേവാ ദിനത്തിൽ കർക്കിടകം 16, 2025 ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഔഷധക്കഞ്ഞി വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നു. ശ്രീരാമ ഭക്ത സേവാ സമിതിയും മണപ്പുറം ഫിനാൻസ് വലപ്പാടും സംയുക്തമായാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. ദേവസ്വം ക്ഷേത്രം മാനേജർ മനോജ് K. നായർ പത്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും.
SSF തൃശൂർ ജില്ലാ സാഹിത്യോത്സവ് ആഗസ്റ്റ് 1 വടനപ്പള്ളിയിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങളുടെ മുദ്രാവാക്യം എന്ന ശീർഷകത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 6 വിഭാഗങ്ങളിലായി ജില്ലയിലെ 9 ഡിവിഷനുകളിൽ നിന്നായി 1500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ആദ്യ ദിനമായ ആഗസ്റ്റ് 1 പതാക ഉയർത്തൽ കർമ്മം ഉമർ ഹാജി നാട്ടിക നിർവഹിക്കും. ആത്മീയ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ പ്രാർത്ഥന നടത്തും. അബ്ദുൽ സലാം മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. രണ്ടാം ദിനം വൈകിട്ട് 7 നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ KR സുഫിയാന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ KK ജേക്കബ് ജില്ലാ സാഹിത്യോത്സവ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. SSF സംസ്ഥാന എക്സിക്യൂട്ടീവ് സാദിഖ് നിസാമി പ്രമേയ പ്രഭാഷണം നടത്തും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യ ക്യാമ്പിൽ KM അനിൽ, CN ജഹ്ഫർ, ശ്രീചിത്രൻ, ഉമൈർ ബുഖാരി, യാസീൻ സിദ്ദീഖ് നൂറാനി എന്നിവർ സംബന്ധിക്കും. ആഗസ്റ്റ് 3 ഞായറാഴ്ച നടക്കുന്ന സമാപന സംഗമത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറം അംഗം താഴേപ്പറ മുഹയുദ്ദീൻ കുട്ടി മുസലിയാർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. SSF ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഖാദിരി അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിക്കും. ജഹ്ഫർ പ്രമേയ പ്രഭാഷണം നടത്തും. മൻസൂർ ഫാളിലി, ഉമ്മർ ഹാജി, ഷിഹാബ് സഖാഫി, മഖ്ദൂം സഹദി, മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SSF ജില്ലാ സാഹിത്യോത്സവ് തൃശൂർ ജില്ലാ സാഹിത്യോത്സവ് ഓഗസ്റ്റ് 1, 2, 3 തീയതികളിൽ വാടാനപ്പള്ളി മദാർ ക്യാമ്പസ് ഇതിൻ്റെ പരിസരങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള 11 വേദികളിലായിട്ടാണ് നടക്കുന്നത്. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രം പടിഞ്ഞാറേ ഗോപുര നടയിലെത്തിച്ച നെൽക്കറ്റകൾ തൃക്കോൽ ശാന്തി PV രതീഷിന്റെ നേതൃത്വത്തിൽ തീർത്ഥം തളിച്ച് ക്ഷേത്രം കീഴ്ശാന്തിമാർ കുത്തുവിളക്കിന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. മുഖമണ്ഡപത്തിൽ വെച്ച് തരനെല്ലൂർ പടിഞ്ഞാറേമന ശ്രീരാം നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദശപുഷ്പങ്ങളും തൈക്കളും അണിഞ്ഞു. അലങ്കരിച്ചിരിക്കുന്ന പീഠത്തിൽ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ദേവിയുടെ പൂജയും തുടർന്ന് നിറകതിരിൽ വൈകുണ്ഠവാസിയായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പൂജയും നടന്നു. ശേഷം അടയും നാളികേരവും നിവേദിച്ചതിന് ശേഷം നിറകതിരുകൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഓഫീസിലേക്ക് എത്തിച്ച് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഇല്ലം നിറ ചടങ്ങുകൾക്ക് ശേഷം ഇന്ന് എതിർത്ത് പൂജയും പന്തിരടി പൂജയും ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. രൂക്ഷമായ പൊടിശല്യത്തിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം കാളമുറിയിൽ വ്യാപാരികൾ ധർണ നടത്തി. ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകത മൂലം രൂക്ഷമായ പൊടിശല്യം വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുളവാക്കുന്നതായും ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് വ്യാപാരികൾ ധർണ നടത്തിയത്. കാളമുറിയിൽ ഒറ്റവരിയിലുണ്ടായിരുന്ന ഗതാഗതം കിഴക്കുവശത്ത് റോഡ് ടാറിംഗ് നടത്താതെ തുറന്നുകൊടുത്തതുമൂലം പൊടിശല്യം രൂക്ഷമാവുകയും പരിസര പ്രദേശത്ത് ഒരാൾക്ക് പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും ഇതുമൂലം പല കടകളും തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്നും ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളമുറി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. CJ സെയ്ദ് മുഹമ്മദ്, PA ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. തീരുമാനത്തിലെത്താൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്തുകാരെ ബാക്കി ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഇവരെ കൂടെ എല്ലാം നമുക്ക് അത് തീർപ്പാക്കാൻ കഴിയുള്ളൂ. പരമാവധി നമ്മൾക്ക് എങ്ങനെയെങ്കിലും രീതി നടപ്പാക്കി തരണം എന്നാണ് ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ ശക്തമായ ആവശ്യം.
മമ്മസ്രയില്ലത്ത് ചാമക്കാല കുടുംബ കൂട്ടായ്മ ഏർപ്പെടുത്തിയിട്ടുള്ള MC മൊയ്തു ഹാജി മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് വിതരണം നടത്തി. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. MC കൂട്ടായ്മ പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ കുട്ടി അധ്യക്ഷനായി. എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് NU ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി. ചാമക്കാല ജുമാ മസ്ജിദ് ഖത്തീബ് ഷുഹൈബ് ഹുദവി വീൽചെയർ സമർപ്പണം നടത്തി. വാർഡ് മെമ്പർ KS അനിൽകുമാർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ RI സക്കറിയ, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, സ്കൂൾ പ്രിൻസിപ്പാൾ രഞ്ജി T പരമേശ്വരൻ, പ്രധാനാധ്യാപകൻ M രാജേഷ്, MC കൂട്ടായ്മ രക്ഷാധികാരി ജമാൽ ഹാജി, സെക്രട്ടറി MCM താജുദ്ദീൻ, ട്രഷറർ MCM നവാസ്, MCK ഇബ്രാഹിംകുട്ടി, ഡോക്ടർ EA അൻവർ, ഹുസൈൻ മുഹമ്മദ്, ഷിറാസ് അബ്ദുറഹ്മാൻ, PM അബ്ദുറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ വ്യക്തികൾ എന്നിവരെ ആദരിച്ചു. 70 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെടുന്നതിന് മുന്നേ ഈ തീരദേശത്തെ അല്ലെങ്കിൽ ചാമക്കാല പ്രദേശത്തെ അന്നത്തെ ചാമക്കാല പ്രദേശവും ഇന്നത്തെ ചാമക്കാല പ്രദേശവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് ഈ കാണുന്ന ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം സ്ഥാപിച്ച കരുണാഭവൻ റീഹാബിലിറ്റേഷൻ വില്ലേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ജാമിയ ബുസ്താനുൽ ഉലൂം സ്ഥാപനങ്ങളുടെ ഫാമിലി മീറ്റ് ആരംഭിക്കും. 4 മണിക്ക് കരുണ കോൺഫറൻസിൽ വെച്ച് കരുണാഭവൻ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ഹോട്ട് പാക്ക് MD അബ്ദുൾ ജബ്ബാർ നിർവഹിക്കും. ബുസ്താൻ സെക്രട്ടറി PK മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. ET ടൈസൺ MLA മുഖ്യാതിഥിയാകും. ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി കരുണാഭവന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. ആസ ഗ്രൂപ്പ് MD CP സാലിഹ്, മുഹമ്മദ് അഷറഫ് ഷാഹി ഒമാൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്,
KNM സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി തുടങ്ങിയവർ പങ്കെടുക്കും. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മായുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി ചലച്ചിത്ര നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ മാസവും നമുക്കിങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, സമ്മാനങ്ങൾ കിട്ടുക. സമ്മാനങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഈ സമ്മാനം എടുക്കുന്നതിൽ എന്നെ ക്ഷണിച്ചത് സജീവനോട് എൻ്റെ സ്നേഹമാണ്. ഞാനും സജീവൻ്റെ വരിക്കാരൻ തന്നെയാണ്. അപ്പോൾ എനിക്കും സമ്മാനം കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ സമ്മാനങ്ങൾ എടുക്കാൻ പറ്റിയതിൽ. നമുക്ക് സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, സിന്ധു M, ഷിലീഷ് കൊട്ടാരത്തിൽ, കണ്ണൻ കൊച്ചത്ത് എന്നിവർ സംസാരിച്ചു. ഹംസ പൊക്കാലത്ത്, ഗോപി ചക്കാണ്ടത്ത്, തിലകൻ കാരണയിൽ, സത്യൻ അറയ്ക്കൽ എന്നിവരാണ് ജൂലൈ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ മത്സരങ്ങൾ നടന്നു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ രാവിലെ 9:30 നാട്ടിക SN കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CT അനിത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. MV സഹദേവൻ, CK സുഹാസ്, ബൈജു കോറോത്ത്, CP രാമകൃഷ്ണൻ മാസ്റ്റർ, NAP സുരേഷ് കുമാർ, സുരേഷ് ഇയ്യാനി, രാജൻ കാട്ടുങ്ങൽ, TK ദയാനന്ദൻ, AN സിദ്ധപ്രസാദ് മാസ്റ്റർ, യതീഷ് ഇയ്യാനി, CK ഗോപകുമാർ, ജയപ്രകാശ് വളക്കടവിൽ, രാജീവ് സുഗതൻ തോട്ടുപുര, അംബിക ടീച്ചർ, PC പ്രേമദാസ് എന്നിവർ സംസാരിച്ചു. പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ദേവദശകം, ഗുരുസ്തുതി, കീർത്തനാലാപനം, ശ്രീനാരായണ ക്വിസ്, ചിത്രരചന, ലേഖനമെഴുത്ത്, ചണ്ടാലഭിക്ഷുകി, കവിതാലാപനം എന്നീ ഇനങ്ങളിലാണ് മത്സരം. ഒരേ സമയം 5 വേദികളിലായാണ് മത്സരം. പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഗുരുദേവ ചിത്രം ആലേഖനം ചെയ്ത മൊമൻറ്റോകളും എല്ലാ വിഭാഗത്തിലും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ട്രോഫികളും സമ്മാനിക്കും. 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് ഗുരുദേവ ജയന്തി ദിനമായ സെപ്റ്റംബർ 7 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ട്രോഫികൾ വിതരണം ചെയ്യും. 2025 വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓർമ്മപ്പെടുത്തലിന്റെ വർഷമാണ്. 2 മഹത് വ്യക്തികൾ, ഗുരുദേവനും മഹാത്മാഗാന്ധിയും കൂടി ചേർന്ന ആ സംഗമത്തിന്റെ അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികമാണ്. ആ വാർഷികത്തിൽ എനിക്ക് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുകയും വിദ്യ കൊണ്ട് സ്വാതന്ത്ര്യം സമ്പത്തും നേടുകയും. അത് ഈ വിദ്യ എന്ന് പറഞ്ഞ ആ അറിവ് നമ്മളിൽ ഓരോരുത്തരിലും നമ്മളെ നമ്മളാക്കിയും മനുഷ്യനാക്കിയും സമൂഹത്തിനോട് ചേർന്ന് നിൽക്കാനുള്ളൊരു വ്യക്തിയാക്കി മാറ്റുന്ന ആ ഒരു മഹത് സാധനമാണ്. അത് കുട്ടികൾക്കും ആ സമൂഹത്തിനും നമ്മൾക്ക് കൊടുക്കാനും നേടാനും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 2025-26 വാർഷിക പദ്ധതി പ്രകാരം ധാതുലവണ വിരമരുന്ന് വിതരണ പദ്ധതി ആരംഭിച്ചു. വലപ്പാട് മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 200 കർഷകർക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ BK മണിലാൽ, രശ്മി ഷിജോ, അനിത കാർത്തികേയൻ, മണി ഉണ്ണികൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറി, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ്, കർഷകരും പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും കേരളത്തിലെ ജനങ്ങൾക്ക് ഓണത്തിനുള്ള അവകാശപ്പെട്ട അരിവിഹിതം നിഷേധിച്ചതിനെതിരെയും CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി VC കിഷോർ അധ്യക്ഷത വഹിച്ചു. AG സുഭാഷ്, VR മോഹൻദാസ്, രാജൻ പട്ടാട്ട എന്നിവർ സംസാരിച്ചു. വസന്ത ദേവലാൽ, സീന കണ്ണൻ, KS ഉണ്ണികൃഷ്ണൻ, CK ബിജോയ് മാഷ്, PN സുജിന്ത്, ലാൽ കച്ചില്ലം, KV ഹിരൺ എന്നിവർ പ്രകടനത്തിനും പൊതുയോഗത്തിനും നേതൃത്വം നൽകി.
കർഷക ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുന്നു. അപേക്ഷകർ തങ്ങളുടെ കൃഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി വെള്ള പേപ്പറിൽ അപേക്ഷ ആഗസ്റ്റ് 6-നുള്ളിൽ വലപ്പാട് കൃഷിഭവനിൽ സമർപ്പിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അവസാനിക്കും. പ്രതീക്ഷയോടെ തൊഴിലാളികൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രൂക്ഷമായ പൊടിശല്യത്തിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം കാളമുറിയിൽ വ്യാപാരികൾ ധർണ നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.